എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഒരു അടിപൊളി സ്നാക്ക് ഐറ്റവുമായിട്ടാണ്. കാണാൻ നല്ല ഭംഗിയുള്ള, കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ചിക്കൻ ഡോണറ്റ്സ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ചിക്കൻ ആവശ്യമുണ്ട്. ആ ചിക്കൻ നമ്മൾ എത്രയാണോ നിങ്ങൾ എടുക്കുന്നത് അത്രയും ചിക്കൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഉപ്പും ഇട്ട് കുക്കറിൽ വേവിച്ചെടുത്ത് മിക്സിയിൽ ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് എടുക്കുക. ഇതിപ്പോൾ ഒരു 150 ഗ്രാമോളം വരും. ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള സ്പൈസസ് ആണ് ഇഞ്ചി, കുരുമുളക്, പെരിഞ്ചീരകം, വെളുത്തുള്ളി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു 1.5 സവാളയും. ഇതെല്ലാം കൂടെ മിക്സിയുടെ ഗ്രൈൻഡറിലിട്ടിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട്, കടിക്കാത്ത രീതിയിൽ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുക. വെള്ളം ഒന്നും ചേർക്കരുത്, നന്നായിട്ട് അരച്ചെടുക്കുക. ഇനി വേണ്ടത് ഒരു 2 ബ്രെഡ് നല്ല ക്രംസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഒരു 2 ഉരുളക്കിഴങ്ങ് മഞ്ഞൾപ്പൊടിയും ഉപ്പുമിട്ട് വേവിച്ചെടുത്ത് നന്നായിട്ട് ഉടച്ചെടുക്കുക. കഷ്ണങ്ങൾ ഉണ്ടാവരുത്, നല്ലപോലെ ഉടയണം. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ മസാലകളാണ് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കുറച്ച് ഉപ്പ് നമ്മൾ നേരത്തെ ചിക്കനിലൊക്കെ ഇട്ടിട്ടുണ്ട്, അപ്പോൾ ശ്രദ്ധിച്ചിടണം. പിന്നെ കുറച്ച് ഗരം മസാല, ഇത്രയും ചേർത്ത് കൊടുക്കുക. അതുപോലെ വളരെ ചെറുതാക്കി നുറുക്കിയിട്ടുള്ള കറിവേപ്പിലയും അതുപോലെ തന്നെ മല്ലിയിലയും നന്നായിട്ട് നൈസാക്കിയിട്ട് നുറുക്കിയെടുക്കുക. ഇത്രയും ചേർത്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ്. ഇനി നമ്മളിത് നല്ലതുപോലെ എല്ലാം കൂടെ ഒന്ന് കൂട്ടി കുഴച്ച് എടുക്കണം. നമുക്ക് ഒരു ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ ആക്കിയെടുക്കുക. നനവറ്റം കൂടുതലാണെങ്കിൽ നിങ്ങൾ ക്രംസ് എന്തെങ്കിലും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കുക. അപ്പോൾ നമ്മുടെ കൂട്ടിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ ഡോനറ്റ്സ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു വലിയ ഉരുള എടുക്കുക. കുറച്ച് വലിയ ഉരുളയായിട്ട് നമ്മൾ ഉരുട്ടി എടുക്കുക. എന്നിട്ട് കയ്യിൽ വെച്ചിട്ട് ആദ്യം ഒരു വട്ടം റൗണ്ട് ആകൃതിയിൽ നമ്മളതൊന്ന് ഷേപ്പ് ചെയ്ത് എടുക്കുക. അറ്റമൊന്നും വിട്ടുപോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് ചെയ്യാം. എന്നിട്ട് നടുവിലൊരു ഹോള് വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുപോലുള്ള ഒരു അടപ്പോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റുക. ഡോനറ്റ് കട്ടർ ഉണ്ടെങ്കിൽ സുഖമാണ്, ഇല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. കണ്ടല്ലോ, വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു പരുവം ശരിയാവണം എന്നേ ഉള്ളൂ, ഓവർ ലൂസാവുകയൊന്നും ചെയ്യരുത്. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ നമുക്കെല്ലാം മുറിച്ച് എടുക്കാം. കണ്ടല്ലോ, എല്ലാ ഡോനറ്റ്സും ഇവിടെ റെഡിയായി. ഇനി അത് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ തണുക്കാൻ വേണ്ടി വെക്കുന്നുണ്ട്. അതിനുശേഷം ഒന്ന് തണുത്താൽ കുറച്ചൊരു ബലം വരുമല്ലോ. അതിനുശേഷം ഒരു മുട്ട ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കുറച്ച് ബ്രെഡ് ക്രംസും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഓരോ ഡോനറ്റും നമ്മളെടുത്തിട്ട് ഈ മുട്ടയിലൊന്ന് മുക്കിയിട്ട് ബ്രെഡ് ക്രംസ് വെച്ച് തട്ടുക. സൂക്ഷിച്ച് ചെയ്യണം, പൊട്ടിപ്പോവും. നടുവിലൊരു ഹോളുള്ളതല്ലേ, അപ്പോൾ അത് കാരണം സൂക്ഷിച്ച് മാത്രം ചെയ്യുക. അങ്ങനെ എല്ലാ ഭാഗവും നന്നായിട്ട് കവർ ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മളെല്ലാം ചെയ്തെടുക്കുക. ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചാൽ നമുക്കൊന്നുകൂടെ ഈസിയാണ് കേട്ടോ ചെയ്യാൻ. അപ്പോൾ ഒന്നുമില്ല, അത് നന്നായിട്ടൊന്ന് ക്രംസ് വെച്ചിട്ട് എല്ലാം തട്ടി എടുക്കുക. ഇപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്നുമില്ല, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമുള്ളൂ. നല്ല ചൂടായിട്ടുള്ള എണ്ണയിലേക്ക് ഓരോ ഡോനറ്റ്സും ഇട്ട് കൊടുക്കുക. അത് നല്ല ക്രിസ്പി ആയിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്ത് എടുക്കാം. കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഡോനറ്റ്സ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല സോസോ മയണൈസോ ഒക്കെ ഉപയോഗിച്ച് നിങ്ങൾക്കത് കഴിക്കാം, അല്ലാതെയും കഴിക്കാം. നല്ല ഒരു റെസിപ്പിയാണ്, ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്